മാറ്റാൻ അറിയാമെങ്കിൽ തൽക്കാലം ഇത് സ്വിച്ച് പിന്നിലേക്ക് പോയതാണ്, അതിനാൽ സ്വിച്ച് മുന്നിലേക്ക് തന്നെ ആക്കിയാൽ ഇത് വീണ്ടും പ്രവർത്തിക്കുമെന്നുള്ള ബോധം ഇതിലുണ്ടെങ്കിൽ അത് തന്നെയാണ് സാങ്കേതികവിദ്യ. അതിന്റെ ആ തലം തൊട്ട് ഉയർന്ന തലങ്ങളിൽ ഒരുപാടാണ്. മനസ്സിലായി? അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തിൽ നിങ്ങൾ സാങ്കേതിക തലമാണ്, ടെക്നിക്കൽ ഫീൽഡാണ്, എഞ്ചിനീയറിംഗ് ഫീൽഡാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ അത് തീർത്തും ശരി തന്നെയാണ്. ഒരു ജോലി കിട്ടാനും ഒരു ഉയർന്ന ശമ്പളം കിട്ടാനും ഇവിടുന്ന് പോയി മറ്റു വിദേശ രാജ്യങ്ങളിലോ മറ്റോ ജോലി കിട്ടാനും മാത്രമല്ല, ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാനുള്ള ഏറ്റവും നല്ല ശക്തി. ഇന്നലെ ഞാൻ ഒരു വിദ്യാർത്ഥിയായിരുന്നു, യൂണിവേഴ്സിറ്റിയുടെ ഉന്നതതല വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകന്മാർക്ക് കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശീലന കളരിലായിരുന്നു UGC ഏർപ്പെടുത്തി. അവിടെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ, പ്രശസ്തനായ മെക്കാനിക്കൽ എഞ്ചിനീയർ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരാൾ ക്ലാസ് എടുത്തു. അപ്പൊ ഒരാൾക്ക് അവശ്യം വേണ്ടുന്ന ബുദ്ധിശക്തികളിൽ ഒന്ന് താന്ത്രികപരമാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് അമ്പലത്തിൽ പ്രയോഗിക്കുന്ന താന്ത്രിക വിദ്യകളല്ല, യന്ത്രപരമായ ജ്ഞാനം, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നോളജ്. പിന്നെ വേണ്ടത് കണക്കുപരമായ ജ്ഞാനം, മാത്തമാറ്റിക്കൽ നോളജ്. പിന്നെ വേണ്ടത് ഭാഷാപരമായ ജ്ഞാനം. ഇന്നത്തെ അവസ്ഥയിൽ ഇംഗ്ലീഷ് ഭാഷ. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. ഈ 3 തരത്തിലുള്ള വിദ്യയാണ്, വിദ്യാഭ്യാസമാണ്, ജ്ഞാനമാണ്, അറിവാണ്. ഈ 3 തരത്തിലുള്ള വിദ്യാഭ്യാസം നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും, പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുന്നത് തന്നെയാണ് ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യമായ അവസ്ഥ. ഞാൻ വെറുതെ പറയല്ല. ജീവിത വിജയത്തിന് ഇത് തന്നെയാണ് ആവശ്യം. നിങ്ങളൊരു പക്ഷെ BA ലിറ്ററേച്ചർ ആയിരിക്കാം, നിങ്ങളൊരു പക്ഷേ MSc ഫിസിക്സ് ആയിരിക്കാം, എങ്കിൽ പോലും നിങ്ങൾക്ക് ഭാഷാപരമായ കഴിവുണ്ടായിരിക്കാം. ഭാഷാപരമായ കഴിവിലൂടെ നിങ്ങളുടെ ജ്ഞാനം ഓരോ നിമിഷവും വർദ്ധിപ്പിക്കാം. ഞാൻ ഇപ്പൊ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്ന കാര്യം കിട്ടും. ഞാനാണോ ഞാൻ പറയുന്നത്? ഞാൻ പറയുന്ന കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനം ഉണ്ടാക്കാനുള്ള വിദ്യ ദൈവം നിങ്ങളുടെ തലച്ചോറിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ DNA-കളിൽ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മുഴുവൻ വിഴുങ്ങി കളഞ്ഞ ജ്ഞാനമാണ്, തെറ്റിദ്ധരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ശ്രവണം നടത്തുന്നു, ശ്രവണശേഷം നിങ്ങളുടെ ബുദ്ധി അതിനെ മനനം ചെയ്യുന്നു. മനനം ചെയ്തതിനു ശേഷം നിങ്ങൾ അതിൽ ഉരുത്തിരിച്ചെടുക്കുന്ന ഒരു ഐഡിയ ഉണ്ട്, ബോഡി ഓഫ് നോളജ്. അത് തന്നെയാണ് ഞാൻ. ഈ ഒരു പ്രതിഭാസം നിങ്ങളുടെ തലച്ചോറിൽ മനസ്സിൽ നടക്കാൻ വേണ്ടുന്ന ഏത് പ്രായത്തിലും ചെയ്തെടുക്കാം. ഏത് പ്രായത്തിലും. ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ പ്രായമല്ല എനിക്ക്. അതുകൊണ്ട് ഇവിടുത്തെ ഇരിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റൂ, ജ്ഞാനം ഉണ്ടാക്കാൻ പറ്റൂ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ വിദ്യാഭ്യാസം നിർത്തിപ്പോയി എന്ന് മാത്രം വിചാരിക്കാം. ഇത് വിചാരിക്കാത്ത 60 വയസ്സായ എന്റെ അച്ഛൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത്